വയനാട് നൂൽപ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണ അന്ത്യമുണ്ടായി. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മനുവാണ് മരിച്ചത്. 45 വയസ്സ് പ്രായമേ മനുവിനുണ്ടായിരുന്നുള്ളൂ. ഭാര്യയ്ക്കൊപ്പം കടയിൽ പോയി മടങ്ങി വരുമ്പോഴാണ് ശരിക്കും സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. മാത്രമല്ല ഈ ആന തുമ്പിക്കൈയിലെടുത്ത് വലിച്ചെറിഞ്ഞ് അങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്. ഭാര്യയെ കാണാനില്ല എന്ന വാർത്ത വരുന്ന ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കാട് നമ്മുടെ സംസ്ഥാന അതിർത്തിയിലുള്ള പ്രദേശമാണ്, നല്ല കാടാണ്. അപ്പോൾ ചുറ്റും കാട് പിടിച്ച് കിടക്കുന്ന ഈ പ്രദേശം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭാര്യയ്ക്കായിട്ട് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തെരച്ചിൽ തുടരുകയാണ്. കാട്ടാനാക്രമണങ്ങളും കാട്ടാന നടത്തുന്ന കൊലപാതകങ്ങളും കേരളത്തിൽ ഇപ്പോൾ നിത്യസംഭവങ്ങളാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ പെരുവന്താനത്തെ സംഭവം നമ്മുടെ മുന്നിലുണ്ട്. പെരുവന്താനത്തെ കാട്ടാനാക്രമണത്തെക്കുറിച്ച് പറഞ്ഞ സ്ത്രീ തന്നെ പിന്നീട് കൊല്ലപ്പെട്ടതും ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. സുർജിത്ത് അയ്യപ്പത്ത് നൂൽപ്പുഴയിൽ നിന്നും തത്സമയം ചേരുകയാണ്. സുർജിത്ത്, ജനങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പ്രതിഷേധം ഉണ്ടാകും. കാരണം അവർക്കിടയിൽപ്പെട്ട ഒരാളെയാണ് ഇല്ലാതായത്, ഒരാളെ കാണാനുമില്ല. അപ്പോൾ മനുവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? SKN മാനുവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അവരെ കാണുന്നില്ല. അവരുടെ മുറുക്കാൻ പൊതി ഇവിടെ കിടക്കുന്നുണ്ട്, അപ്പോൾ ഷാള് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായി അവരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും. അവരുടെ ഒപ്പം, ഇദ്ദേഹത്തിൻ്റെ ഒപ്പം, മാനുവിൻ്റെ ഒപ്പം ഈ ചന്ദ്രികയും ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രമാണുള്ളത്. 3 കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത്. പണിയ വിഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങളാണ്. തൊട്ടപ്പുറത്താണ് ഈ അതിർത്തി പ്രദേശം, അതായത് തൊട്ട് ചേർന്ന് തന്നെ അപ്പുറത്ത് തമിഴ്നാടിൻ്റെ ഭാഗമായുള്ള പ്രദേശമാണ്. അവിടെ നിന്ന് ഇവിടേക്ക് വരികയായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്, നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് അറിയാവുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? ഇന്നലെ വൈകുന്നേരം ഇവർ 7 മണിയോടുകൂടി ഇവിടെ വിരുന്ന് വന്നതാണ്. ആ സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. വളരെ ദാരുണമായ സംഭവമായിപ്പോയി. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ റീലൊക്കേറ്റ് ഏരിയയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 3 കോളനിയാണ് ഈ കാപ്പാട്ട് കോളനി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇവർക്കിപ്പോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ജനറൽ ആളുകളൊക്കെ പോയതിന് ശേഷം ഇവിടെ അവർക്ക് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ഫെൻസിങ് ഒന്നും കാര്യക്ഷമമായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ ഉള്ളത്. ദാരുണമായ സംഭവം എന്തായാലും ആയിപ്പോയി. അവരെ ഭാര്യയും കൂടെ ഇവരൊപ്പം വന്നതാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരെയും ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ഈ കോളനി എന്ന് പറയുന്നത്, ഈ കാപ്പാട് കോളനി എന്ന് പറയുന്ന ആ വെള്ളരി എന്ന് പറഞ്ഞ പ്രദേശത്താണോ അവർ വന്നത്? അവർ തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന പ്രദേശത്താണോ ഇങ്ങോട്ട് വന്നത്? അതെ, ഇവര് അമ്പലമൂലയാണ് താമസമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. അച്ഛൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. രാത്രിയിലാണ് ഇത് സംഭവിച്ചതെന്നാണ് വിവരം. അതെ, ഒരു 6:30-7 മണിയോടെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. കുട്ടികളിപ്പോൾ എവിടെയാണുള്ളത്? കുട്ടികൾ തൊട്ട് മേലെ തന്നെയുള്ള കോളനിയിലുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ 3 പെൺമക്കളാണ്. ഒരു ചെറുതിന് 4 വയസ്സ്, ബാക്കി ഉള്ളത് 5ലാണ് ഒന്ന് പഠിക്കുന്നത്, ഒന്നിന് 3ലാണ് പഠിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഭാര്യ മിസ്സിംഗ് ആണ്, കാണുന്നില്ല. 2 മുറുക്കാൻ പൊതിയും ഇവിടെ തന്നെ ഉണ്ട്. റസ്കും ഉണ്ട്. കുട്ടികൾക്ക് വൈകുന്നേരം പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് കൊണ്ടു കൊടുക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഇതിനൊരു തീരുമാനമാക്കിയേ തീരൂ. കാരണം തൊട്ടപ്പുറത്ത് തമിഴ്നാട് അതിർത്തിയാണ്. ഇവിടുന്ന് ആന ഇറങ്ങിയിട്ട് അവിടെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. അവിടെയുള്ള എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണിക്ക് ശേഷം ഈ റോട്ടിൽ കൂടെ പോലും നമുക്ക് നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അതിനൊരു തീരുമാനം കേരള സർക്കാർ ശരി, തമിഴ്നാട് സർക്കാർ ശരി തീരുമാനം എടുത്ത് അതിന് ശേഷം ഞങ്ങൾ ഇതിനുള്ള ഇത് ഈ ബോഡി എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. എന്താണ് നിങ്ങൾ വനം വകുപ്പിനോട് ഇവിടുന്ന് മാറ്റി പാർപ്പിക്കുക? ഇവിടെ ജനറൽ ആൾക്കാരെ 15 ലക്ഷം 10 ലക്ഷം കൊടുത്ത് കൊണ്ടുപോയി. പക്ഷെ പാവങ്ങൾ ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഞങ്ങൾ സുഖമായി ജീവിക്കുന്ന നൂൽപ്പുഴ മൂക്കത്തിക്കുന്ന് ഫോറസ്റ്റുകാർ ഞങ്ങളെ പറ്റിക്കാൻ നിൽക്കുകയാണ്. അവിടെ ആദിവാസികളെ കുണ്ടൂർ വെറുതെ കിടക്കുന്നുണ്ട്, ചിട്ടിയാൽത്തൂരുണ്ട്, കാപ്പാടുണ്ട്. പക്ഷേ ഇവരെ വഞ്ചിക്കുകയാണ്. ഇനി ഞങ്ങളെയും കൂടെ വഞ്ചിച്ചുകൊണ്ട് വനം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ പ്രതിഷേധമായിട്ട് നിങ്ങൾ വന്നതാണല്ലോ, ചാനലുകാർക്ക് വന്നതാണ്. നൂൽപ്പുഴക്കാർ തടഞ്ഞു വെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സാറുമാർ വന്നു, ഞങ്ങൾ തടഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അന്നാലും ഞങ്ങൾ ചതിക്കാൻ നിൽക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതിന് എതിരായിട്ട് നൂൽപ്പുഴയിൽ വനം വകുപ്പിന്റെ ഈ തട്ടിപ്പ് നടത്തില്ല മുക്തിക്കുന്നിൽ. ഓക്കെ. എന്തായാലും ഈ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി അഡ്വക്കേറ്റാണ് സാർ. ഞങ്ങളിവിടെ ഒരു കർഷകർ കൂടിയാണ്. ഞങ്ങളെല്ലാവരും
എല്ലാ പ്രാവശ്യവും അതേപോലെ ചാനൽ, മലനാട് ചാനൽ, വയനാട് ചാനൽ എന്ത് വിളിച്ചാൽ അവർ ഓടി വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 24 മാത്രം വരാത്തതാണ്. അപ്പോൾ 24 വരും. എനിക്കറിയാം ഇന്ന് രാവിലെ ഇന്ന് ശ്രീകണ്ഠ സാറ് രാവിലെ ഞങ്ങൾ കണ്ടു, സാറിൻ്റെ ന്യൂസ് കണ്ടു. ഇത് ഇങ്ങനെ തുടർന്ന് പോയാൽ ഞങ്ങൾ ഈ ഒരു മരണമല്ല, ഇനി കൂട്ട മരണം തന്നെ ഉണ്ടാവും. കാരണം 6 കഴിഞ്ഞാൽ വണ്ടികൾക്ക് വരാൻ പറ്റില്ല, ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് ഫോറസ്റ്റിനെ വിളിച്ചു പറഞ്ഞാൽ അത് കേരളത്തിലാണ്. നിങ്ങൾ കേരളത്തിലെ ആൾക്കാരോട് പറയാം. തമിഴ്നാട് അതല്ല കേരളത്തിൻ്റെ തോട്ടാമൂല പഴൂർ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അല്ല, ഇതൊക്കെ റീലൊക്കേഷനിൽ പോയ സ്ഥലമാണ്, ഞങ്ങളൊരു പടക്കം പോലും വാങ്ങിത്തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സജീവ് സാറ് അതേപോലെ DFO അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും അവർ there is no ഫോളോ അപ്പ്. അങ്ങനെയാണ് ഇന്ന് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിന്റെ ഭാഗത്തുള്ള ഞങ്ങൾ തമിഴ്നാട് ബോർഡറാണ്. ഒരു സ്ഥലത്തിൻ്റെ നമ്മൾ ഒരു ഭാഗം കേരളത്തിൻ്റെ ബോർഡറാണ്. എൻ്റെ 10-40 തെങ്ങിന് ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ 2 ഏക്കർ അല്ലെങ്കിൽ 4 ഏക്കറത്തോളം പിന്നെ കവുങ്ങ് പൊളിച്ചിട്ട് കൂപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ചാനലിൽ വന്നിട്ടുണ്ട്. അതിൽ ഈ കുടുംബം തമിഴ്നാടിന്റെ ഭാഗത്താണോ ജീവിക്കുന്നത്? ഈ കുടുംബം താമസിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. അവർ തമിഴ്നാട്ടിൽ നിന്ന് വിരുന്ന് വന്നവരാണ്. അവർ അച്ഛൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നപ്പോൾ സംഭവിച്ചതാണ്. ഇപ്പോൾ ഈ ആനകൾ എപ്പോഴും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡർ ഏരിയ, വെള്ളേരിയിൽ ഏതാണ്ട് ഒരു ടൗൺ പ്രദേശം പോലെയുള്ള സ്ഥലങ്ങളിലാണ്. മെയിൻ റോഡ് ബസ് റൂട്ടുകളിലാണ്. രാത്രി 2 മണിക്കും 3 മണിക്കും പുലർച്ചെ 5 മണിക്കെല്ലാം മെയിൻ റോഡ് കൂടെ ആന അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഇവിടുത്തെ ഫെൻസിങ് ശരിയില്ല. കേരള ബോർഡറിൽ ഫെൻസിങ് ഇല്ല. അതുകൊണ്ട് എന്തായാലും SKN ഇവിടെ മുറുക്കാൻ പൊതി ഉൾപ്പെടെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ആളുകൾ റസ്കിന്റെ ഒരു പൊതി കാണുന്നുണ്ട്, പിന്നെ ഒരു തുണി ഇവിടെ കാണുന്നുണ്ട്, ഒപ്പം തന്നെ മുറുക്കാൻ പൊതി ഷോള് കാണുന്നുണ്ട്. ഇതാണ് ആ റസ്ക്. ഒരുപക്ഷെ അവർ വരുമ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കാം. 2 പേരുടെ മുറുക്കാൻ പൊതി ഇവിടെ കാണുന്നുണ്ട്. ചന്ദ്രിക എന്ന് പറയുന്ന മാനുവിൻ്റെ ഭാര്യയുടെ ഷോള് ഇവിടെ കാണുന്നുണ്ട്. അവർ മിസ്സിംഗ് ആണ്. ഇപ്പോഴും എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അവരുടെ ചെരുപ്പ് മറുഭാഗത്തുണ്ട്. അങ്ങനെ അവർ മിസ്സിംഗ് ആണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. 2 മുറുക്കാൻ പൊതിയുണ്ട്. അതിനർത്ഥം അവർ കൂടി ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് നാട്ടുകാർ ആശങ്ക പങ്കുവെക്കുന്നത്. ഈ ഉന്നതിയിലുള്ള ആളുകളൊക്കെ നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഉള്ള ആളുകളാണോ? അറിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അമ്പലമൂലയിൽ ഇല്ല ഞങ്ങൾ ഇവിടെ അല്ല, അമ്പലമൂലയിൽ. ഇവരെ മാറ്റിയിട്ടില്ല. ഇവർക്ക് ഇതുവരെ കറണ്ട് വരെയുള്ള പീസ് വരെ ഊരിക്കൊണ്ട് പോയി സർക്കാർ. ഒരു ഫെൻസിങ്ങോ സ്ട്രീറ്റ് ലൈറ്റോ ഒരു സംഭവമില്ല. ഒരാളെ ആന തട്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എണിക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഇപ്പം അങ്ങനെ അന്തിम ഭക്ഷണം വേണമെങ്കിൽ ആരെയും കൊണ്ടു കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പരിസരത്ത് 5 മണി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഒരു പണി വിട്ടു പോയിട്ട് 1 കിലോ അരി വന്നിട്ട് കൊണ്ടുവരാൻ വരെ ഇവർക്ക് പുരയിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ആനശല്യം കൊണ്ട്. അതിന് സർക്കാർ ഒരു തീരുമാനം ഇന്ന് വരെ എടുത്തും കൊടുത്തിട്ടില്ല. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയുടെ പൊരുത്തക്കേടാണ് ഈ ആളുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് പറയാനുള്ളത്? നമുക്ക് നമ്മളെ കോളനി ചുറ്റുപാടൊന്ന് കറണ്ടാക്കി തരണം, അല്ലെങ്കിൽ നമ്മളെ ജീവിതം പോക്കാവും. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു സമുദായം നമുക്ക് ചെയ്തു തരണം. ഒന്നും വെളിച്ചമില്ല. വെളിച്ചുണ്ട്, കത്തുന്നില്ല. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ഇനിയിപ്പോ നമുക്ക് ഒന്ന് ആ വീടിന്റെ ചുറ്റുപാടൊന്ന് അത് ഒന്ന് റെഡിയാക്കി തന്നാൽ മതി. അല്ലെങ്കിൽ വീടിന്റെ ചുറ്റുപാടും ഒന്ന് ലൈൻ വെച്ച് ഒരു ചോളവിട്ട് തരിക. എന്തായാലും ഇവർ പറയുന്ന കാര്യം ഇവിടെ ഈ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ആദിവാസി കുടുംബങ്ങളെ മാറ്റിയിട്ടില്ല. പണി വിഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ അതിർത്തിയിൽ, അതായത് തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്ന പ്രദേശത്താണ് ഈ ഒരു സംഭവം. അതായത് പൂർണ്ണമായും നേരത്തെ സംസാരിച്ച ആളുകൾ തമിഴ്നാടിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഇതെല്ലാം തന്നെ അതിർത്തി പ്രദേശമാണ്. ഒരു ഭാഗം പുഴയാണ്. ആ പുഴ കടന്നു കഴിഞ്ഞാൽ പുഴ മാത്രമാണ് അതിർത്തി. അപ്പുറത്ത് ഇവരുടെ ബന്ധുക്കളെല്ലാം തന്നെയുണ്ട്. അങ്ങനെയാണ് ഈ സ്വന്തം പിതാവിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു മാനു എന്നാണ് പറയുന്നത്. മാനുവും ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ, അതായത് ഷോള് ഇവിടെ കിടക്കുന്നുണ്ട്, ഒപ്പം തന്നെ 2 മുറുക്കാൻ പൊതികൾ കിടക്കുന്നുണ്ട്, റസ്ക് കിടക്കുന്നുണ്ട്, അത്തരം സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും ഇവിടെ ഇവർ വരുന്ന വഴിക്ക് ആന ചുഴറ്റി എറിഞ്ഞു എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് ഈ നാട്ടുകാരൊക്കെ പങ്കുവെക്കുന്നത്. ഈ കോളനിയുടെ തൊട്ട് താഴെ, അതായത് ഈ ട്രൈബൽ കോളനിയുടെ തൊട്ട് താഴെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്.